കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റാണ് ഭരണം നടത്തുന്നത്. എന്നാൽ മോദി ഭരണം ചിലർക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. ഈ ഭരണത്തെ ഇന്ത്യയിൽ നിന്നും തൂത്തെറിയാൻ പലരും ചൂലുമായി രംഗത്തിറങ്ങി. പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കൾ തെക്ക് വടക്കായും കിഴക്ക് പടിഞ്ഞാറായും രാജ്യത്തുടനീളം യാത്രകൾ നടത്തി നോക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ പോലും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നരേന്ദ്രമോദി കൂടുതൽ ശക്തനായി അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇന്ന് രാജ്യത്തിന്റെ 75% സംസ്ഥാനങ്ങളിലും BJPയോ അവരുടെ സഖ്യകക്ഷികളോ ആണ് ഭരണം നടത്തുന്നത്. ഈ രാഷ്ട്രീയ ആധിപത്യത്തെ ജനാധിപത്യമായി നേരിടാൻ കഴിയാതെ വന്നപ്പോൾ BJP അധികാരത്തിൽ വരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാട്ടിയാണെന്ന വാദവുമായി ഒരു വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ യാതൊരുവിധ തെളിവുകളും ഇല്ലാത്തതിനാൽ കോടതി ആ ഹർജികൾ ചുരുട്ടിക്കൂട്ടി ചവിട്ടുകൊട്ടയിലെറിഞ്ഞു. വോട്ടിംഗ് മെഷീൻ വാദം പാളിയപ്പോൾ ഈ കൂട്ടർ സുപ്രീം കോടതിയെയും ജുഡീഷ്യറിയെയും വിമർശിക്കാൻ തുടങ്ങി. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു. എന്നിട്ടും ഒന്നും നടന്നില്ല. ഭരണഘടനാ സ്ഥാപനങ്ങളെയും ജനവിധിയെയും ഒരേപോലെ ചോദ്യം ചെയ്തിട്ടും ഫലം കാണാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയെ തങ്ങളുടെ പ്രധാന കൂട്ടായി പിടിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് രാഷ്ട്രീയത്തിലും കോടതികളിലും പരാജയപ്പെട്ട പ്രതിപക്ഷ ചിന്താഗതിക്കാർക്ക് സോഷ്യൽ മീഡിയ ഇന്നൊരു വലിയ അഭയകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂട്യൂബർ ധ്രുവ് റാത്തിയെ പോലുള്ള ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ലഭിക്കുന്ന അന്ധമായ പിന്തുണ. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയാത്ത സ്വാധീനം ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിലൂടെ നിർമ്മിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്നു. വസ്തുതകളെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാത്രം വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന ഇത്തരം വീഡിയോകളെ ഭരണവിരുദ്ധ ചേരിയിലുള്ളവർ തങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കച്ചിത്തുരുമ്പായാണ് കാണുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ പരാജയങ്ങൾ മറയ്ക്കാനും കേവലം സൈബർ സ്പേസിൽ തൃപ്തി അടയാനും ഇവർ ഇത്തരം വീഡിയോകളെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം മോദിയോട് ചോദ്യം ചോദിച്ച നോർവേ പത്രപ്രവർത്തകയുടെ വീഡിയോയും ഇതേ ആവശ്യം മുൻനിർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ യുവാക്കളെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ ഫലമായി സോഷ്യൽ മീഡിയയിൽ രൂപം കൊണ്ട പാറ്റ സംഘടനയെ ഈ കൂട്ടർ പിന്തുണയ്ക്കുന്നതിന്റെ പിന്നിൽ നരേന്ദ്രമോദിയെയും BJPയെയും ഭരണത്തിൽ നിന്നും പുറത്താക്കുക എന്ന വികാരം മാത്രമാണ്. ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്ന ഝാൻസി പ്രക്ഷോഭത്തിന്റെ മാതൃകയിൽ ഇന്ത്യയിലും ഒരു യുവാക്കളുടെ പ്രക്ഷോഭം ഉണ്ടാകണമെന്ന് എങ്ങനെയും ഭരണം പിടിക്കാൻ കാത്തിരിക്കുന്ന കഴിവില്ലാത്ത പ്രതിപക്ഷം ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ BJPയുടെ ഇരട്ടി ഫോളോവേഴ്സ് ഉണ്ടെന്ന് ആഘോഷിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ CJP എന്ന സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എല്ലാ പാർട്ടിക്കാരും എല്ലാ രാജ്യക്കാരും ഉണ്ടെന്ന കാര്യം. ഇന്ത്യയിൽ മാത്രമല്ല ആഗോളത്തിലും ഇടത് ലിബറൽ കോട്ടകൾക്ക് ജനപിന്തുണ നഷ്ടപ്പെടുമ്പോൾ അവർ ഇത്തരം പ്രചാരണ തന്ത്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ തള്ളിക്കളയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലും ഇത്തരം കൂട്ടായ്മകൾ സോഷ്യൽ മീഡിയ വഴി വ്യാജ വിവരങ്ങൾ നിർമ്മിക്കാൻ ഒത്തുചേരുന്നു. വോട്ടിംഗ് മെഷീനെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും കുറ്റം പറഞ്ഞ് തോൽവികളിൽ നിന്ന് ഒളിച്ചോടിയവർക്ക് സോഷ്യൽ മീഡിയ കേവലം ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് നൽകുന്നത്. എന്നാൽ ഡിജിറ്റൽ ലോകത്തെ ലൈക്കുകളും വ്യൂസുകളും യഥാർത്ഥ വോട്ടുകളായി മാറില്ല എന്ന യാഥാർത്ഥ്യം ഇന്ത്യൻ ജനത ഓരോ തെരഞ്ഞെടുപ്പിലും വ്യക്തമായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലെ അൽഗോരിതങ്ങളെയും ഇൻഫ്ലുവൻസർമാരെയും വിശ്വസിച്ച് രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നവർക്ക് ജനവിധി എന്നും ഒരു വലിയ തിരിച്ചടി മാത്രമായിരിക്കും സമ്മാനിക്കുക.